ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര ചെയ്യാൻ പോവാണ്. ഒരു കുട്ടി ട്രാവൽ വ്ളോഗാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്തൊരു ചെറിയ വ്ളോഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്രയിൽ നിങ്ങളെല്ലാവരും കൂടി കൂടിക്കോളൂ. നമ്മളിന്ന് വാഗമണ്ണ് വഴി നമ്മൾ ഏലപ്പാറ വഴി കുമളിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ വ്ളോഗ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടേക്കുക. പിന്നെ നമ്മുടെ ആ ഒരു ലൈക്കും ഷെയറും എല്ലാം അങ്ങോട്ട് ചെയ്തേക്കുക. ഒരു മടിയും കാണിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും ഒന്നിച്ചാണ് പോകുന്നത്. നമ്മൾ മൂന്നുപേരും ഒന്നിച്ചാണ് പോകുന്നത്. നമ്മളുടെ ലൈഫിലെ ഏറ്റവും നല്ല ട്രാവൽ പാർട്ട്ണർ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അങ്ങനെയാണല്ലോ പറയുന്നത്. ശരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഒരുപാട് സ്ഥലത്ത് ഒരുപാട് തവണ പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പുതിയതായിട്ട് പോകുന്ന പോലെ ഒരു ഫീലാണ്. ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് സ്ഥലങ്ങൾ അല്ല, ഇപ്പോൾ കണ്ട സ്ഥലങ്ങളാണെങ്കിൽ പോലും നമുക്കത് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പം അതിലൊരു വേറൊരു ഫീലാണ്. പിന്നെ ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ, സംസാരിക്കാത്ത കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. ഫുഡ് കഴിക്കാം ഒരുപാട്. പിന്നെന്താണ്, അങ്ങനെ കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാം. പുതിയ അനുഭവങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ ഈ യാത്ര ചെയ്യുന്നത്. എവിടെ എത്ര ദൂരം, അതോ നമ്മളിപ്പോൾ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ ചെയ്താലേ നമ്മളുടെ ഒരു യാത്രയാവണമെന്നൊന്നും ഇല്ല കേട്ടോ. കുഞ്ഞു യാത്രകൾ പോലും നമുക്ക് സന്തോഷം തരും, നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു യാത്രയാണിത്. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ചുമ്മാ കൂടെ കയറിയിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി രാവിലെ ഒരു 9 മണിയോടുകൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നല്ല ക്ലൈമറ്റാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം തണുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നാലും തണുപ്പുണ്ട്, നല്ല രസമൊക്കെ ഉണ്ട്. പിന്നെന്താണ്, അങ്ങനെ നമ്മുടെ വാഗമണ്ണ് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നല്ല അടിപൊളി, എപ്പോഴും നമുക്ക് നല്ല ഒരു കുളിർമ തരുന്നൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ ഒരു നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എല്ലാവർക്കും എപ്പോഴും എത്ര തവണ പോയാലും നമുക്ക് മടുക്കാതെ പിന്നെയും നമ്മൾ പോകുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ വാഗമണ്ണൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടിക്കാനം എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മളൊരു ചൂട് പായസമൊക്കെ കുടിച്ചിട്ട് നേരെ പോയത് കുമളിക്കാണ്. അപ്പോൾ കുമളി എത്താൻ ഇനി കുറച്ച് നേരം കൂടി ഉള്ളൂ. പിന്നെ ശബരിമല സീസൺ ആയിരുന്നു, അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യാത്ര പോകുന്നവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് സേഫായിട്ട് സൂക്ഷിച്ചൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് പോകുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒട്ടും നമ്മൾ ധൃതി വെക്കാൻ പാടില്ല. പിന്നെ പോകുന്ന വഴിക്ക് നല്ലൊരു ഭയങ്കര ഒരു അടിപൊളി ഒരു പള്ളി കണ്ടു, ചർച്ച് കണ്ടു. അപ്പോൾ അത് നല്ല രസം തോന്നി. അപ്പം ഞാൻ വീഡിയോ ഒന്ന് വെറുതെ ഇങ്ങനെ എടുത്തു. പിന്നെ നമ്മൾ നേരെ എത്തിയിരിക്കുന്നത്, അതിനിടയ്ക്ക് ഒരു സംഭവം കണ്ടിട്ട് ഞങ്ങൾ നോക്കുന്നതാണ് കേട്ടോ. കാറിൻ്റെ ഡോറ്, ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ ഡോറ് പെട്ടെന്ന് അങ്ങോട്ട് തുറന്നുപോയി. ഡിക്കി പെട്ടെന്ന് ഇങ്ങനെ തുറന്നുപോയി. അതിനകത്താണെങ്കിൽ നിറച്ച് സാധനങ്ങൾ കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ച് അത് പറഞ്ഞുകൊണ്ട് വന്നതാണ് കേട്ടോ. അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കാറിൻ്റെ ഡോറൊക്കെ നമ്മൾ ബാക്ക് സൈഡൊക്കെ തുറന്നു പോകാന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാതിരിക്കുന്നതിൻ്റെ കാരണമാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ശ്രദ്ധിച്ച് ഓടിക്കുക. അങ്ങനെ നമ്മൾ വണ്ടിപ്പെരിയാറാണെന്ന് തോന്നുന്നു. ഒരുപാട് തവണ വന്നും പോയി നിന്ന ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിയുള്ള, കുട്ടിക്കാലം തൊട്ടിങ്ങനെ വന്നും പോയി നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ വണ്ടിപ്പെരിയാർ. അതുകൊണ്ട് കാണുമ്പോൾ എപ്പോഴും എന്തൊക്കെയോ ഒരു ഫീൽ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. പിന്നെ ഈ പാലം അതൊക്കെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്തൊക്കെയോ ഒരു തോന്നലായിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. മലബാർ ഹോട്ടൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു. സാധാ മീൽസാണ് നമ്മൾ കഴിച്ചത്. നമ്മളെപ്പോഴും ഇങ്ങനെ സാധാ മീൽസൊക്കെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ്, നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ. അങ്ങനെ നമ്മൾ പിന്നെ നമസ്കരിക്കാൻ കയറി പള്ളിയിൽ. ചെറിയൊരു പള്ളി സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി. പിന്നെ ഞങ്ങളൊരു 2 മണിക്കൂർ ഞാനും ജൊഹാനും പോസ്റ്റായിരുന്നു. 2 അല്ല, ഒരു 1.5 മണിക്കൂർ നമ്മൾ രണ്ടുപേരും പോസ്റ്റായിരുന്നു. പോസ്റ്റൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് സമയം പോയി. എനിക്ക് ജൊഹാനായിട്ട് അങ്ങനെ എപ്പോഴും അങ്ങനെ പോസ്റ്റൊന്നും പറയാനില്ല. അവൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും പെട്ടെന്ന് സമയം പോകും. ഞങ്ങളങ്ങനെ 1-2 പറഞ്ഞ് കളിച്ച് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അങ്ങനെ സമയം പോയി. അപ്പോൾ അതിൻ്റെ അവിടെ തന്നെ വേറൊരു ചർച്ച് ഉണ്ടായിരുന്നു. അവിടെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അവിടെയും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ല തണുപ്പുണ്ട്. കുമളിയാണ് കേട്ടോ ഇത് സ്ഥലം. അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത്, എപ്പോഴും നമ്മളിവിടെ വന്നാൽ പോകുന്ന എവിടെയാണ്, കമ്പം.
നമ്മൾ പോകാതിരിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര പോയതാന്ന് പറഞ്ഞാൽ എന്നാൽ ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് വരാം, അങ്ങനെ ഒരു ഫീലായിരുന്നു. അങ്ങനെ നമ്മൾ പോയപ്പോൾ ഇടയ്ക്ക് കുരങ്ങിനെയൊക്കെ കണ്ടിട്ട് ജഹാന് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പേടിയാണ്, ദേഹത്തോട് ചാടുമോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെ നമ്മളിതാ കമ്പം താഴെ ഇറങ്ങിയിരിക്കുകയാണ്. പെട്ടെന്ന് എത്തുന്നത് പോലെയാണ്, അവിടെ തൊട്ടടുത്താണല്ലോ, 17 കിലോമീറ്റർ എങ്ങാണ്ടോ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഒരു മുന്തിരിത്തോട്ടം തപ്പി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എത്ര തവണ വന്നെന്ന് പറഞ്ഞാലും നമ്മൾ ഈ മുന്തിരിത്തോട്ടം എവിടെയാണെന്ന് ഇങ്ങനെ ഒരു കൺഫ്യൂഷനാണ്. അങ്ങനെ എന്താ നമ്മൾ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല ഒരുപാട്, അത് ഞാൻ ചുമ്മാ വീഡിയോ എടുത്തു. പിന്നെ ഇതേതോ ഒരു കമ്പം ടൗൺ ആണെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ വന്നു. അവിടെ നമുക്കൊരു കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. സന്ധ്യയോടുകൂടി നമ്മൾ തിരിച്ചു വന്നിട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. അതിനിടയ്ക്ക് കുറച്ച് എന്താണിത്, കാളക്കുട്ടന്മാരിങ്ങനെ നിരയായിട്ട് കൊണ്ടുപോകുന്നു. അത് ഞാൻ ചുമ്മാ അങ്ങനെ വീഡിയോ എടുത്തു. നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിലും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണിത്. പിന്നെ പൂന്തോട്ടം, അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മുന്തിരിത്തോട്ടം തപ്പി ഇങ്ങനെ പോകുന്ന ഒരു കാര്യമാണ് ഇത്. പിന്നെ വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാണ്, എന്തിനോ വേണ്ടി വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കമ്പം ടൗണിലാണ് കേട്ടോ. കമ്പം പോയിട്ട് നമ്മൾ തിരിച്ചു പോയില്ല, കമ്പം ടൗണിലാണ്. നല്ല തിരക്കുള്ളൊരു കട, അവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള കട. നമ്മളവിടെ നിന്ന് കുറച്ച് സ്നാക്സും പിന്നെ ചായയൊക്കെ മേടിച്ചു. ചായക്കും അങ്ങനെ കുടിക്കാത്തതാണ്, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കുടിക്കുന്നത്. വല്ലപ്പോഴും ഒക്കെ അങ്ങനെ കുടിക്കുന്നതാണ്. വീട്ടിലിരുന്നാലും അങ്ങനെ ചായ കുടിക്കുന്ന ഒരാളല്ല, ചായപ്രേമിയല്ല. എന്നിട്ടും 2 ഗ്ലാസ് ചായ കുടിച്ചു. അപ്പോൾ ഞാൻ അതിനെ ചുമ്മാ പറയായിരുന്നു. അപ്പോൾ നല്ല ചായയായിരുന്നു, അതാട്ടോ കുടിച്ചത്. പിന്നെ ഞാൻ അവിടെ കയറി നമ്മുടെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ കയറി ഒരു ഗ്ലാസും അതൊക്കെ നോക്കി വെറുതെ. പിന്നെ അവിടെ പാർക്ക് ഉണ്ടായിരുന്നു, പാർക്ക് പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സുഹാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു. ഓക്കെ, ആ ശനിയാഴ്ചയാണ്. അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് 1-2 സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വലിച്ചോണ്ട് നമ്മളവിടെ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കും അവിടെ. എന്നിട്ട് പിന്നെ നമ്മളവിടെ പോയി തുടരുത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് പ്രത്യേകം. എന്നാലും തുടരുന്നെന്ന് കണ്ടാൽ നമുക്കൊന്ന് തൊടണമല്ലോ, അതാണ് അങ്ങനെ തൊട്ട് നോക്കുന്നത് കേട്ടോ, നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഓക്കെ, അങ്ങനെ സന്ധ്യയൊക്കെ ആയപ്പോൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇനി കുമളി 17 കിലോമീറ്ററിന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ബോർഡ് ചുമ്മാ എടുത്തു. പിന്നെ തിരിച്ചു പോവുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുമളി ടൗണിലെത്തി. ടൗണിൽ നോക്കിയപ്പോൾ നല്ല തിരക്കാണ്. ഈ ഒരു മലയ്ക്ക് പോകുന്ന സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എല്ലാവരും സേഫായിട്ട് പോകാം. പിന്നെ ടൂർ പോകുന്ന സീസണും കൂടെയാണ്. സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ ടൂർ പോകുന്ന ഒരു ടൈമാണെന്ന് തോന്നുന്നു. ഒരുപാട് ബസ്സുകളും വലിയ വലിയ ബസ്സും ടൂറിസ്റ്റ് ബസ്സിൽ പിള്ളേർ ഒരുപാട് അങ്ങനത്തെ കണ്ടു. അപ്പം എല്ലാവരും എവിടെ പോവുകയാണെങ്കിലും സേഫായിട്ട് പോകാമെന്നുള്ളതാണ്. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെയും പകൽ പോലെയാണ് എപ്പോഴും ഇവിടെ. പിന്നെ നമ്മൾ രാത്രിയായപ്പം ഒരു 9:30-10 മണിയോടുകൂടി നമ്മൾ നമ്മുടെ ഹോം ടൗണിലെത്തി. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നമ്മൾ ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. സുഹാൻ്റെ പുലിക്കുട്ടിനെ കണ്ടു, അവിടെ നിന്ന് മേടിച്ചാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ട് സുഹാൻ ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്കാണ് കേട്ടോ പിന്നെ പോയത്. പിന്നെ ഇക്കോ ഒന്നും കഴിച്ചില്ല, ഡയറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് കിടക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇങ്ങനെയായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നു. പക്ഷെ എന്നാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിയുന്ന കാര്യങ്ങളാണ് ഈ ഒരു യാത്ര പോയിട്ട് വരുമ്പം എന്ന് പറഞ്ഞാൽ. പിന്നെ നല്ല ടയേർഡായിരുന്നു കേട്ടോ, കാരണം നല്ല വെയിലും എല്ലാം കൊണ്ടിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത്. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.